അകന്നു നിൽക്കുന്ന ചൈനയുമായി അടുക്കാൻ ശ്രമം, റഷ്യയുമായുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കൽ, പറ്റാവുന്ന രാജ്യങ്ങളോടെല്ലാം വ്യാപാരമടക്കമുള്ള മേഖലകളിൽ സഹകരണം. ഇന്ത്യൻ നയതന്ത്രത്തിന്റെ രൂപം മാറുകയാണ്. വിദേശ നയം പുതിയ സാഹചര്യത്തിന് ഉതകും വിധം ഇന്ത്യ മാറ്റിയെടുക്കുകയാണോ? പഹൽഗാമിന് പിന്നാലെ ഉണ്ടായ സാഹചര്യവും ട്രംപുമായുണ്ടായ അസ്വാരസ്യവും എല്ലാം നിർണായകമാണെന്ന് വേണം കരുതാൻ. ഇന്ത്യ ചൈനയോട് അടുക്കുകയാണോ? അഫ്ഗാൻ ഇന്ത്യ ബന്ധം ഏതുവിധം നിർണായകമാകും? ട്രംപിന്റെ ഭീഷണിയെ അവഗണിച്ച് റഷ്യൻ സഹകരണം ശക്തിപ്പെടുകയാണോ? ആദ്യമാർദ്ദി എക്സ്ട്രാം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് ട്രംപ് ഇന്ത്യയുമായി അകന്നതെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ദീർഘകാല പങ്കാളികളായ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ അപമാനിക്കാനും പ്രതിസന്ധിയിലാക്കാനും ട്രംപ് ശ്രമിച്ചു. തീരുവ ചുമത്തി പ്രതികാരം ചെയ്തു. ഷഹബാസ് ഷെരീഫുമായും അസീം മുനീറുമായും കൂടിക്കാഴ്ച നടത്തിയും അവരെ പുകഴ്ത്തിയും തന്റെ പാക് അനുകൂല നിലപാട് ട്രംപ് പലതവണ പരസ്യമാക്കുകയും ചെയ്തു. ഇതോടെയാണ് US ഭീഷണികൾക്ക് വഴങ്ങാതെ മറ്റൊരു തലത്തേക്ക് ഇന്ത്യ വിദേശ നയം വഴിമാറ്റാൻ ശ്രമിക്കുന്നത്. എക്കാലത്തും സുസ്ഥിര ബന്ധം കാത്തുസൂക്ഷിച്ച റഷ്യയെ അതുപോലെ കൂടെ നിർത്താൻ തന്നെയാണ് തീരുമാനം. അകന്നു നിൽക്കുന്ന അയൽക്കാരായ ചൈനയുമായി അടുക്കാനും നീക്കം നടക്കുന്നു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ മോദി പുടിൻ ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഇതിലെല്ലാം നിർണായകമായി. ഭൗമരാഷ്ട്രീയത്തിൽ അമേരിക്കൻ ശാക്തിക ചേരിക്കെതിരെ പുതിയൊരു സമവാക്യം ഉദയം കൊള്ളുന്നതിന്റെ സൂചന പോലുമായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വിലയിരുത്തപ്പെട്ടു. ഇന്ത്യയും അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായുള്ള ബന്ധവും ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമാണ്, പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ. RD Extra ന്യൂസ് മലയാളം. വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന ബന്ധം ക്രമേണ സാധാരണ നിലയിലേക്ക് എത്തുന്നത്. 5 വർഷമായി റദ്ദു ചെയ്യപ്പെട്ട നേരിട്ടുള്ള വിമാന സർവീസുകൾ ഈ മാസം പുനരാരംഭിക്കും. ഡോക്ലാം സംഘർഷത്തിന് പിന്നാലെയാണ് ഇന്ത്യ ചൈന ബന്ധം തീർത്തു വഷളായത്. ചൈനയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഗാൽവാൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യ ചൈന വിമാന സർവീസ് പുനരാരംഭിച്ചില്ല. ഷാങ്ഹായ് ഉച്ചകോടിയിലെ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച വളരെ നിർണായകമായി. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ US-നെതിരെ പുടിൻ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ തന്ത്രമൊടുവിൽ US-ന് തന്നെ തിരിച്ചടിയാകുമെന്ന് പുടിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസമുണ്ടായി. ബാഹ്യ സമ്മർദ്ദങ്ങളെ ചെറുത്തതിന് മോദിയെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് രംഗത്തെത്തി. എനിക്ക് മോദിയെ അറിയാം, അദ്ദേഹം ഒരിക്കലും അപമാനകരമായ നടപടികൾ സ്വീകരിക്കില്ല എന്നാണ് പുടിൻ പറഞ്ഞത്. ഇന്ത്യ റഷ്യ ബന്ധം വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമാണ് എന്നും പുടിൻ പറഞ്ഞു. ഡിസംബർ 5, 6 തീയതികളിൽ പുടിൻ ഇന്ത്യ സന്ദർശനത്തിന് എത്തുകയും ചെയ്യും. അതിനിടെ അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യ ബന്ധം ശക്തമാക്കുകയാണ്. താലിബാൻ സർക്കാരിന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നു. ആമിർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തിന് UN സുരക്ഷാ കൗൺസിലിന്റെ അനുമതിയും ലഭിച്ചു. ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ നിർണായകമാകുന്ന കൂടിക്കാഴ്ച ഒക്ടോബർ 9-നും 16-നും ഇടയിലായിരിക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ അഫ്ഗാനുമായി ദുബായിൽ നിർണായകമായ ചർച്ചകൾ നടന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഇന്ത്യയെ ആദ്യം പിന്തുണച്ച രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുത്താഖിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യക്ക് നിർണായകമായ നീക്കങ്ങളാണിതെല്ലാം. US തീരുവ യുദ്ധം ശക്തമാക്കിയിരിക്കെ റഷ്യ ചൈന സൗഹൃദം ഇന്ത്യക്ക് നിർണായകമാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളിൽ സമാധാനപരമായ ചർച്ചകൾക്ക് സാധ്യത തുറക്കും. ഇന്ത്യ പാക് ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ മേഖലയിലെ സമാധാനം ഉറപ്പാക്കാനും നിർണായകമാണിത്. അഫ്ഗാൻ ബന്ധം നയതന്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും വ്യാപാരത്തിലും തന്ത്രപ്രധാനമാണ് എന്നത് കൂടിയുണ്ട്. സനീഷ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മിക്കവാറും ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളും എല്ലാമായി അത്ര സുഖകരമല്ലാത്ത ബന്ധത്തിലാണ് ഇന്ത്യ പോകുന്നതെന്നുള്ള ആശങ്ക പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പങ്കുവച്ചിരുന്നു, അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ സാഹചര്യം മെല്ലെ മെല്ലെ മാറുന്നു എന്ന് വേണം എനിക്ക് തോന്നുന്നത് കരുതാൻ. അതിനൊരു ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ട്രംപ് ഒരു കാരണവുമായി എന്ന് തോന്നുന്നല്ലേ? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ എതിർപക്ഷത്തുള്ള ആളുകളെ എല്ലാവരെയും ഒന്നിച്ചു നിൽക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണല്ലോ. സാധാരണഗതിയിൽ ഏത് ചെറു രാജ്യമാണെങ്കിലും അവർക്കപ്പുറത്ത് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും പരസ്പരം കൈകോർക്കാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് സാധാരണഗതിയിൽ രാജ്യങ്ങൾ ചെയ്യുക. ട്രംപ് പക്ഷേ ഇക്കാര്യത്തിൽ അയാളുടെ പല മണ്ടത്തരങ്ങളെയും പോലെ ഒരു വലിയ മണ്ടത്തരം ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കിതെല്ലാം കാണുമ്പോൾ തോന്നുക. കാരണം നേരത്തെ ഇന്ത്യ അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായിട്ട് ആ നിലക്കായിരുന്നില്ല. അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനുമായിട്ട് ഉള്ള പ്രശ്നം നമുക്കറിയാം. ചൈനയുമായിട്ടൊട്ടും സൗഹൃദത്തിലായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായിട്ട് വല്ലാത്ത തോതിൽ പരസ്യമായിട്ട് ചേരാൻ പറ്റാത്ത ഒരു സംവിധാനം അവിടെ ഭരണ സംവിധാനമായിട്ട് വന്നിരിക്കുകയാണ്.
അതൊക്കെ കൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യം പക്ഷേ ട്രംപ് ഈ താരിഫ് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം? ഇത് എല്ലാവർക്കും, ഇന്ത്യക്ക് മാത്രമല്ല, ഇതിപ്പം റഷ്യക്കാണെങ്കിലും ചൈനക്കാണെങ്കിലും എല്ലാം അവസരങ്ങളാണ്, എല്ലാവർക്കും അവസരങ്ങളാണ് തുറന്നു തന്നിരിക്കുന്നത്. എല്ലാവരും നമ്മൾ ഈ കാണുന്ന റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അവരുടെ താല്പര്യങ്ങളെയും ഏറ്റവുമേറെ വിലമതിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യാൻ പോലും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ സൗഹൃദത്തോടു കൂടിയിട്ടാണ്. ട്രംപിനോട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും നമ്മൾ സ്വരം ഒരു പരിധിക്കപ്പുറം കടുപ്പിക്കാൻ എന്തായാലും തയ്യാറായിട്ടില്ല. പക്ഷേ റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അവർ കുറെ കൂടെയൊക്കെ അഗ്രസീവായിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ്. പക്ഷേ എന്നിട്ട് പോലും അവർ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ലൈന് പിടിച്ച് നമ്മളുമായിട്ട് ചേരുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഡാറ്റാ ഷീറ്റിൽ വിശദീകരിച്ച ഈ കാര്യങ്ങളെല്ലാം പുതുതായി സംഭവിക്കുന്ന ഈ കാര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വേണം കാണാൻ. ഇപ്പോൾ ചൈനയെ മാത്രമായിട്ട് എടുത്താൽ നമുക്ക് ഇതിലൊരു കാര്യം, എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എന്ന് മാത്രം റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ലോകത്തെ നമ്പർ 1 രാജ്യം തങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളാകണം ഭാവിയിൽ എന്ന് കണക്കുകൂട്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ആധിപത്യത്തെ അവർ ആ നിലയ്ക്ക് കണക്കാക്കുന്നില്ല. അതിന് മറികടന്ന് പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് ട്രംപ് ആണെങ്കിലും ഷീ ജിൻപിങ് ആണെങ്കിലും. അവരുടെ മുൻഗാമികളായിട്ട് ആ രാജ്യങ്ങൾ കൊണ്ടുവരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ചൈനയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അവർ സ്വന്തം രാജ്യത്തിന് നേട്ടം ഉണ്ടാവുക എന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ചൈനയുടെ മാത്രം കാര്യം നോക്കിയാൽ ചൈന അവിടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ആദ്യം വലിയ ബന്ധമുണ്ടാക്കിയ രാജ്യം ചൈനയാണ്. യാതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നവും ചൈനക്ക് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നേയില്ല. മീൻസ് ഞാൻ പറയുന്ന മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നേയില്ല. അവരെ നോക്കിയ എന്താണെന്ന് വെച്ചാൽ അവിടെ ഷിൻജിയാങ് പ്രവിശ്യയിൽ ആണ് അതിർത്തി ഉള്ളത് അഫ്ഗാനിസ്ഥാനുമായിട്ട്. അവിടെയാണെങ്കിൽ ഇവർക്ക് ഉയ്ഗുർ മുസ്ലിങ്ങളുടെ പ്രശ്നം അവിടെയുണ്ട്. അവിടെ ഈ പറയുന്ന ഈസ്റ്റ് ഒരു മുസ്ലിം പേരിലുള്ളൊരു സംഘടന അവിടെ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ അല്ല, അത് അങ്ങനെ ഒരു സംഘടന അവിടെ ഉണ്ട്. തുർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്നുകൂടെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അതിനുള്ളത്. ഈ ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഉയ്ഗുർ മുസ്ലിങ്ങൾക്കിടയിൽ ആ പ്രദേശത്ത് സിൻജിയാങ്ങിൽ. അത് വലിയ തീവ്രവാദ സംഘടനയാണെന്നാണ് ചൈന നിലപാടെടുത്തിരിക്കുന്നത്. അമേരിക്ക പക്ഷേ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതൊരു വലിയ ത്രെറ്റായതുകൊണ്ട് ആദ്യം തന്നെ പോയിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് താലിബാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെയും അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. എന്ന് മാത്രമല്ല അവിടെ ആ ബെൽറ്റ് റോഡ് അവർക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള താല്പര്യങ്ങൾ അവർക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് ചൈനയും മറ്റും ഇത്രക്ക് സുഘടിതമായിട്ട് റഷ്യ അവരുടേതായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ ആ മേഖലയിൽ ആകെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളെല്ലാം അപ്പുറത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെയും ഈ സൗഹൃദത്തിലൂടെ കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കിയെടുക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ റഷ്യയുടേതാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ കാണാത്ത അസാധാരണമായൊരു ഗസ്റ്ററായി പുടിൻ ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് മോദി അഭിമാനിയായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കുകയില്ല എന്നുള്ള ഇന്നത്തെ പ്രസ്താവന സാധാരണഗതിയിൽ ഉണ്ടാകാത്ത, റഷ്യയുടെ ഭാഗത്ത് ഉണ്ടാകാത്ത ഒരു പ്രസ്താവന കൂടെ വന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സൗഹൃദത്തിന് ഇവർ തയ്യാറാണ്, ട്രംപ് അപ്പുറത്ത് ഉണ്ടായിരിക്കെ. പക്ഷേ സൗഹൃദത്തിന് കൈ കൊടുക്കുമ്പോൾ തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ഇവർ കാണും എന്ന് മനസ്സിലാക്കുക കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ നയതന്ത്ര സംവിധാനങ്ങളും വർത്തമാനങ്ങളും ആലോചനകളും നടത്തുന്ന നമ്മുടെ ഭരണ നേതൃത്വം എന്നുകൂടെ വേണം വിചാരിക്കാനും തോന്നുന്നു. തീർച്ചയായും ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത് ഇപ്പോൾ റഷ്യയുമായുള്ള സഹകരണം എന്നത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്, ചരിത്രപരമായ സഹകരണമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് കരുതാനാവില്ല. അത് അങ്ങനെ തന്നെയാണ് മുമ്പും ഉണ്ടായിരുന്നത്, അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഈ അവിടെ നിന്നുള്ള ഈ എണ്ണ മേടിക്കുന്ന കാര്യത്തിൽ കുറെ കൂടി വർധനയുണ്ടായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ തീരുവ നയം കൂടി കൊണ്ടാണ് എന്നുള്ളത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അർത്ഥത്തിലും റഷ്യയുമായുള്ള ബന്ധം പ്രത്യേകിച്ചൊന്ന് പുതുക്കാനോ കൂടുതൽ ഊഷ്മളമാക്കാനോ പ്രത്യേകിച്ച് എഫേർട്ട് വേണ്ടതില്ല. പക്ഷേ ചൈനയുമായിട്ട് അങ്ങനെ ആയിരുന്നില്ല. ചൈനയുമായിട്ട് ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം ഒട്ടും സുഖകരമായ ഒരു ബന്ധമായിരുന്നില്ല. പക്ഷേ അന്നേ ധാരാളം സാമ്പത്തിക നിരീക്ഷകർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ രാഷ്ട്രീയ നിരീക്ഷകരെക്കാൾ സാമ്പത്തിക നിരീക്ഷകർ പറഞ്ഞാൽ ഏറെക്കാലം ഇവർക്കിങ്ങനെ തമ്മിലടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഏറ്റവും വലിയ 2 മാർക്കറ്റാണ്. ഇപ്പോൾ ഈ തീരുമാനത്തോടെ കൂടുതൽ സഹകരണം, ആ സഹകരണത്തിൻ്റെ തന്നെ ആണിക്കല്ല് എന്ന് പറയുന്നത് സാധാരണക്കാർ പരസ്പരം കൂടുതൽ എൻഗേജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നത് തന്നെയാണ്. അപ്പോൾ അതിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് വിമാന സർവീസുകൾ വീണ്ടും 5 വർഷത്തിന് ശേഷം പുനരാരംഭിക്കാൻ ഇവിടെ തീരുമാനിക്കുന്നത്. അത് വളരെ നേരത്തെ പുനരാരംഭിക്കേണ്ടതാണ്. പക്ഷേ ഗാൽവാൻ ഏറ്റുമുട്ടൽ കൊണ്ട് അത് പുനരാരംഭിക്കേണ്ടതേ ഇല്ല എന്നുള്ള തീരുമാനം അങ്ങനെ നീണ്ട 5 വർഷമായി എന്നുള്ളത് ഓർക്കണം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇതൊക്കെ ആയിരുന്നിട്ടും നമുക്ക് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ, ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നത്തിനുള്ള വരവ് വല്ലതും നിലച്ചോ? ഇവിടെ നിന്ന് ചൈനയിലേക്ക് പഠിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ചൈനയിൽ പോയി ബിസിനസ് ചെയ്യുന്നവരോ ആയ ആളുകളുടെ എണ്ണത്തിൽ വല്ല കുറവുണ്ടായോ? അപ്പോൾ ആ സാധ്യത എന്നത് അങ്ങനെ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടൊന്നും ചെറുക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ളതാണ്
എന്ന ആളുകൾക്ക് അറിയാം. അപ്പം എന്നതാണ് വസ്തുത. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് പരസ്പരം തുറന്നു കിട്ടും. ഒരു കാര്യമുണ്ട്, ഈ ഇന്ത്യയിലേക്കും ചൈനീസ് ടൂറിസ്റ്റുകളുടെ വരവുണ്ട്. ഇവിടുന്ന് അവിടേക്ക് തിരിച്ചും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വലിയ ഒഴുക്കുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ സാധ്യതയെല്ലാം ഇപ്പോൾ കൂടുതൽ സജീവമാകുന്നു. കാരണം ഇപ്പോൾ ബുദ്ധമതക്കാരായിട്ടുള്ള ധാരാളം പേർക്ക് ഇവിടേക്ക് വരേണ്ടതുണ്ട്, ഇവിടുന്ന് ചൈനയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ തീർത്ഥാടകരായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ എല്ലാം സാധ്യത കൂടുതൽ സജീവമാകുന്നതോടെ സാധാരണക്കാർ തമ്മിലുള്ള ബന്ധം, തീർച്ചയായും ആ ബന്ധം കൂടിയാണല്ലോ ഈ പരസ്പര സഹകരണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ രാജ്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. അത് ആ നിലയ്ക്കുണ്ട്. മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം. അഫ്ഗാനിസ്ഥാനുമായും ചരിത്രപരമായ ഒരു ബന്ധമുണ്ട് ഇന്ത്യക്ക്. അത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞതുപോലെ കാബൂളിവാല പ്രയോഗം പോലും നമ്മുടെ ഭാഗമായി വരുന്നത് നമ്മുടെ ഈ അവർ എപ്പോഴും ഇന്ത്യയുമായി ആ നിലയ്ക്ക് ഇടപെട്ടിരുന്നവർ തന്നെയാണ് എന്നുള്ളത് കൂടി ഓർക്കണം. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഈ പുതിയ ഭരണകൂടവുമായി അടുത്തിടപഴകുമ്പോൾ അവരുടെ ഏതെല്ലാം നയങ്ങളെ ഇന്ത്യക്ക് തള്ളിപ്പറയേണ്ടി വരും ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. സൗഹൃദത്തെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ രാജ്യങ്ങൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല ഡിപ്ലോമസി എന്ന വാക്കാണ് എപ്പോഴും അനുയോജ്യം. കാരണം ഒരു രാജ്യത്തിനും സ്ഥിരമായി മറ്റൊരു രാജ്യവുമായി സൗഹൃദമില്ല. നയതന്ത്രമാണ് അവിടെ പ്രധാനം. അത് മറന്ന് ആരെയെങ്കിലും കെട്ടിപ്പിടിക്കുന്നതും സുഹൃത്തായി വിശേഷിപ്പിക്കുന്നതും നല്ല നയതന്ത്രമല്ല എന്നത് സമീപകാല ഉദാഹരണങ്ങളിലൂടെ ബോധ്യപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കപ്പെടുന്നതിനാകണം നയതന്ത്രം. ഇപ്പോഴത്തെ നീക്കങ്ങൾ നിശ്ചയമായും നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് അനിവാര്യമാണ്. ഒരേ സമയം അമേരിക്കയുടെ സാമ്പത്തികവും പാകിസ്ഥാൻ്റെ സൈനികവുമായ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളെ ചെറുക്കേണ്ടതുണ്ട്. ഒപ്പം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖമുദ്രയായ ചേരിചേരാ നയത്തിൽ ഉറച്ച് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള ഇന്ധനമാകട്ടെ പുതിയ ചർച്ചകളെന്ന് RDX ആശംസിക്കുന്നു. ഇനി ഗാസയിൽ പിറന്നു വീണതിൻ്റെ പേരിൽ മാത്രം ചിതറിപ്പോയ കുരുന്നുകളുടെ നിലവിളികൾ ഇനിയും എത്ര നാൾ കേൾക്കണം ലോകം? നോക്കാം ഇടവേളയ്ക്ക് ശേഷം.